ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരുമിച്ച് പാടാം. ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, മുമ്പേ നടന്നു സദാ കേൾപ്പിക്കണമേ, മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. അന്ധകാരമായി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ, ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ, സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. ഏകാന്തത മനുഷ്യന് വീർപ്പുമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഏകാന്തത. ചില ഭവനങ്ങളിൽ അക്ഷരികമായി തന്നെ ഏകാന്തതയുണ്ട്. എന്ന് പറഞ്ഞാൽ മക്കൾ അവിടെ ഇല്ല, മക്കളെല്ലാം വിദേശത്ത് മറ്റോ ജോലിക്ക് പോയിരിക്കുന്നു. അപ്പനും അമ്മയും വാർദ്ധക്യമായി അവരൊറ്റയ്ക്ക്, ഒരു ഏകാന്തത, ആരും ഇല്ലെന്നൊരു തോന്നൽ, മനസ്സിന് സന്തോഷമില്ല. എന്നാലല്ല, മക്കളൊക്കെ കൂടെയുണ്ട്, എല്ലാ മക്കളൊക്കെ കൂടെയുണ്ട്. പക്ഷേ അപ്പനും അമ്മയും ചിലപ്പോൾ അവരപ്പനോ അമ്മയോ ആരെങ്കിലും ചിലപ്പോൾ ഏകാന്തത അനുഭവിക്കുന്നു. എൻ്റെ പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്നതായ യാതനകൾ കാണാൻ ആരുമില്ല, എനിക്കാരുമില്ല, ഈ ഒരു തോന്നൽ. ഈ ഏകാന്തതയുടെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, മകനെ നിനക്ക് ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട്, നീ പേടിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, നിൻ്റെ കാര്യം നോക്കാൻ നിനക്കൊരു രക്ഷിതാവുണ്ട്, നിൻ്റെ കാര്യം അന്വേഷിക്കാൻ നിനക്കൊരു രക്ഷകർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതൊരു ഭാഗ്യമാണ്. ഈ ജീവിതത്തിൽ ആ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രയോ മഹാത്ഭുതമാണ് വാസ്തവത്തിൽ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇതിനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു വയസ്സിൽ എൻ്റെ അപ്പം മരിച്ചു പോയതുകൊണ്ട് ഏകാന്തത അനുഭവിച്ചൊരു മനുഷ്യനാണ്. ചെറുപ്രായത്തിൽ, ബാല്യപ്രായത്തിൽ തന്നെ ഏകാന്തതയിൽ ഞാൻ തന്നെത്താനിന്ന് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് അപ്പനെ കണ്ട ഓർമ്മയൊന്നുമില്ല. പക്ഷേ അപ്പം മരിച്ചതുകൊണ്ട് കുടുംബം അനാഥമായി പോയി. ഞാനും എൻ്റെ പെങ്ങളും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എത്ര നെടുവീർപ്പുകളായിരുന്നു, എത്ര ദുഃഖകരമായ അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്കന്ന്. അന്ന് എന്നും കരച്ചിലായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നിൽക്കുമ്പോഴും കരയും, പ്രാർത്ഥിക്കുമ്പോൾ നിൽക്കുമ്പോൾ, പ്രഭാത പ്രാർത്ഥനയ്ക്കും സന്ധ്യാനമസ്കാരത്തിന് ഇതെല്ലാം കൃത്യം പ്രാർത്ഥനയുണ്ട്. പക്ഷേ അന്നെല്ലാം കരയുന്ന അനുഭവം. എന്നും പള്ളിയിൽ പോയാൽ കരയും, അവിടെ സെമിത്തേരിയിൽ പോയി കരയും. ഇതായിരുന്നു അന്നത്തെ ജീവിതം. അങ്ങനെയായിരുന്നു. ഒരു സമാധാനമില്ലാത്ത ജീവിതം, സന്തോഷമില്ലാത്ത ജീവിതം, ഒരു സംതൃപ്തിയില്ലാത്ത ജീവിതം, എന്നും ദുരിതം. അക്കാലത്താണ് എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ഈ പിറവംപള്ളിയിൽ 3 പേരുകൾ നേർച്ച കഴിക്കാൻ വന്നത്. ഞങ്ങളുടെ വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് സഹായിക്കുന്ന ഒരാൾ, അദ്ദേഹം നേർച്ചക്കുള്ള സാധനങ്ങളും കോഴിയൊക്കെ ആയിട്ട് അദ്ദേഹം നടന്നാണ് വരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഈ പള്ളി വരെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ നേരിയ ഓർമ്മകളാണ് എനിക്കുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ചെന്ന ഉടനെ എനിക്ക് വലിയൊരു രോഗമായി. ഈ ഇത്രയും ദൂരം വെയിലത്ത് നടന്നുകൊണ്ടായിരിക്കണം, പക്ഷേ എനിക്ക് തിരിച്ച് നടന്ന് വീട്ടിൽ ചെത്തിയപ്പോഴേക്കും ഒരു രോഗമായി. അത് അമ്മ ഒരു ആയുർവേദ വൈദ്യനെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇത്തിരി ഗൗരവമുള്ള രോഗമാണ്, അത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കേണ്ട രോഗമാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ എൻ്റെ മൂത്രം പോകുന്നത് രക്തമായിട്ടാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. അമ്മ കരഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കരമായ രോഗമാണ് എന്നുള്ളതുകൊണ്ട് കരഞ്ഞു. പക്ഷേ എറണാകുളം ഹോസ്പിറ്റലൊന്നും പോയില്ല. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ആയുർവേദ മരുന്നോ എന്തോ ഒക്കെ കഴിച്ചു. പിന്നീട് അതിന് പ്രയാസം ഉണ്ടായില്ല. പക്ഷേ എനിക്കും അമ്മയ്ക്കും പെങ്ങൾക്കും എന്നും രോഗമായിരുന്നു. ഓരോ രോഗങ്ങൾ. ഞങ്ങൾ 3 പേരുണ്ട്, 3 പേർക്കും രോഗം. എന്നും കഷായം. അതൊക്കെ തന്നെയാണല്ലോ. കഷായം, കുഴമ്പ്, പൊടി, പിന്നെ മേമ്പൊടിക്കുള്ള സാധനങ്ങൾ, ഇങ്ങനെ പലതും. ഇതെല്ലാം ജീവിതത്തിൽ വാസ്തവം പറഞ്ഞാൽ ദുരിതത്തിൻ്റെ കാലമായിരുന്നു. അന്നൊക്കെ കരഞ്ഞുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കാൻ മുടക്കമില്ല. എന്തുമാത്രം വഴിപാടുകളാണ് കഴിച്ചത്.
എനിക്ക് ജോലി കിട്ടി ആദ്യം ചെയ്തത് ഒരു കാര്യം, ആദ്യത്തെ ശമ്പളം കൊണ്ട് ചെയ്തത് ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ ഏറ്റു കഴിച്ചു എന്നുള്ളതാണ്. പള്ളി പെരുന്നാൾ ഏറ്റു കഴിക്കുന്നത് അതാണ് അനുഗ്രഹം എന്ന് വിചാരിച്ചത്, ദുരിതം മാറാൻ. പിന്നെ ഏതെല്ലാം പള്ളിക്കാണ് വഴിപാട് കൊടുത്തത്? കുന്നക്കുരുട്ടി പള്ളിക്ക്, കോലഞ്ചേരി പള്ളിക്ക്, പിറവം പള്ളിക്ക്, വേണ്ട പല പള്ളികളിലേക്കും. ഈ ചില പള്ളികളിൽ ശനിയാഴ്ച കുർബാനയ്ക്ക് വേണ്ടിയുള്ള രൂപ നേരത്തെ കൊടുത്തു. ഇങ്ങനെയെല്ലാം ദുരിതം പിടിച്ചൊരു ജീവിതമായിരുന്നു. എൻ്റെ വിശ്വാസം നിങ്ങളിൽ പലരും ഇതുപോലെയൊന്നും അല്ലെങ്കിലും കുറേയെങ്കിലും ദുരിതമുള്ളവരാണ്, ജീവിതത്തിൽ യാതനയുള്ളവരാണ്. നിങ്ങൾക്ക് ആരുമില്ലെന്നൊരു തോന്നൽ കാണും. ആരുമില്ല. ഞാൻ നേരിടുന്ന പ്രതിസന്ധി കാണാൻ ആരുമില്ല, ഞാൻ നേരിടുന്ന പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ല. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ഏകാഗികളായി നിങ്ങൾ വരേണ്ടവരില്ല, നിങ്ങൾ ഏകാഗികളായി നിങ്ങൾ വിഷമിക്കേണ്ടവരില്ല. നിങ്ങൾക്ക് നാഥനും കർത്താവും രക്ഷിതാവുമായി, ഉടയവനായി, ഉടമസ്ഥനായി, രക്ഷകർത്താവുമായി നിങ്ങൾക്ക് യേശുവുണ്ട്. വിശ്വസിക്കുക. ക്രിസ്തു ഇന്ന് നിങ്ങളെ സന്ദർശിക്കാൻ വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വചനം പറയാനിവിടെ നിൽക്കുന്നേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്തേക്ക് ക്രിസ്തു നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഇത് ഞാൻ വീൺവാക്കായിട്ട് പറയുന്ന വാക്കുകളൊന്നുമല്ല, ഊഹമല്ല. നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ ക്രിസ്തു വരുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ വിഷാദങ്ങൾ അകറ്റാൻ ക്രിസ്തു വരുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം മാറ്റാൻ ക്രിസ്തു വരുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ആകുലങ്ങൾ നീക്കുവാൻ ക്രിസ്തു വരുന്നുണ്ട്. ക്രിസ്തു അതിലേക്ക് വരികയാണ്, അരികത്തൂടെ നടന്നു പോവുകയാണ്. ക്രിസ്തു തലങ്ങും വിലങ്ങും നടക്കുകയാണ്, നെടുകയും കുറുകയും നടക്കുകയാണ്. യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. എന്തൊരു മഹാഭാഗ്യമാണിത്! ദൈവം കൃപയാൽ നോക്കുന്നിരിക്കുന്നതിന് മഹാഭാഗ്യമാണ് ദൈവത്തിന് സാന്നിധ്യം കിട്ടുക എന്നുള്ളത്. ദ വെരി പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടുന്നു. എന്തൊരു മഹാഭാഗ്യം! ക്രിസ്തു നമ്മുടെ ശരീരത്തേക്ക് വരുന്നു, ക്രിസ്തു നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നു, ക്രിസ്തു നമ്മുടെ തലമേൽ തർക്കരം വയ്ക്കുന്നു, ക്രിസ്തു നമ്മുടെ നെറ്റിയിൽ തൻ്റെ കുരിശടയാളം ഇടുന്നു തൻ്റെ തിരുരക്തം കൊണ്ട്. ഇതെല്ലാം ചെറിയ കാര്യങ്ങളല്ല, വൻ കാര്യങ്ങളാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, കർത്താവേ ഞാൻ ഏകാഗിയാണ്, ഞാൻ അരിഷ്ടനാണ്. ആ വാക്യം 102 സങ്കീർത്തനം 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകുന്നു. വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകുന്നു. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, ഉറക്കം വരുന്നില്ല. വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകുന്നു. എവിടെ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചിലരെങ്കിലും അനേകം പ്രശ്നങ്ങൾപ്പെട്ട് യാതനയേറ്റ് പെടഞ്ഞുകൊണ്ട് ഉറക്കം വരാത്ത രാത്രികൾ കഴിഞ്ഞു കൂട്ടുന്നുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ചിലപ്പോൾ കൂടെ കിടക്കുന്ന ഭാര്യ ചോദിക്കും, എന്താ ഉറക്കം വരുന്നില്ലേ? ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കം വരാത്ത രാത്രികൾ, ഉറങ്ങാൻ പറ്റുന്നില്ല. ആകുലങ്ങൾ, ആവലാധികൾ, സങ്കടങ്ങൾ, ഒട്ടേറെ വിഷാദവിഷമായ കാര്യങ്ങൾ. വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകുന്നു. ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു. ഏകാഗിയുമാണ്, അരിഷ്ടനുമാണ്. 25 സങ്കീർത്തനം 16-18 വാക്യങ്ങൾ വായിക്കാം. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു. ഏകാഗിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണം. ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു, മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. രാജാവായ ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് പാടുകയാണ്, ഞാൻ ഏകാഗിയും അരിഷ്ടനുമായിരിക്കുന്നു, എനിക്ക് ആരുമില്ല കർത്താവേ. എൻ്റെ സ്വന്തം മക്കൾ പോലും എന്നെ വെറുക്കുന്നു. എൻ്റെ കുടുംബം എനിക്കെതിരായി തീർന്നിരിക്കുന്നു. എൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായി ഞാൻ കരുതിയിരുന്ന, ഏറ്റവും സുന്ദരനായിരുന്ന എൻ്റെ അബ്ശാലോം കുമാരൻ, എൻ്റെ മോൻ, എനിക്കെതിരെ പടവാളങ്ങിയിരിക്കുന്നു. അവൻ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു മാത്രമല്ല, എന്നെ വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു, എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കരുകിൽ പോലെയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സഹോദരങ്ങളെ, നിങ്ങൾ ആരെല്ലാം മനസ്സില്ല ഏകാന്തതയിൽ വലയുന്നവരുണ്ടോ? പ്രിയപ്പെട്ട ഭർത്താവ് നേരത്തെ മരിച്ചു പോയതുകൊണ്ട് ഒരു കാര്യം നോക്കാൻ അറിയാൻ വയ്യ. ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു, ഒന്നും അറിയാൻ വയ്യ. മനസ്സ് ഉഷ്ണിച്ചിരിക്കുന്നവരുണ്ട്, വിഷമിച്ചിരിക്കുന്നവരുണ്ട്. എന്നും ഭക്ഷണമേശയിലിരിക്കുമ്പോൾ ഭർത്താവും ഭാര്യ ഒരുമിച്ചിരുന്ന ഭക്ഷണമേശ ഇന്ന് ഭർത്താവ് അവിടെ ഇല്ല. മനസ്സ് ഏങ്ങടികളോടെയാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത്. കഴിക്കാൻ തോന്നുന്നില്ല, കഴിക്കണമെന്ന് തോന്നുന്നില്ല, വിശപ്പ് തോന്നുന്നില്ല. ഉറക്കമുറിയിലേക്ക് ചെല്ലുമ്പോൾ കിടപ്പുറയിൽ ആ കട്ടിലിൽ ഇന്ന് അദ്ദേഹം ഇല്ല, ആളങ്ങ് പോയി, അത് എന്നേക്കുമായി പോയി. മനസ്സ് ഉഷ്ണിച്ചിരിക്കുന്നു. ഇതുപോലെ യാതനയേറ്റ് പിടയുന്നവർ അനേകരുണ്ട്. ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു. ഏകാന്തത. എന്നാൽ നിങ്ങളോട് പറയട്ടെ, ഈ ഏകാന്തത മാറ്റാൻ കർത്താവായ യേശുക്രിസ്തു ഇടയിലേക്ക് വരും. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അവിടെ ഏകാന്തതയിൽ വലയുന്ന ദൈവദാസനെ നമുക്ക് കാണാം. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ
ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. യോഹന്നാൻ സ്ലീഹ പത്മോസ് ദ്വീപിൽ ഏകാഗിയായിരിക്കുകയാണ്. അങ്ങോട്ട് നാട് കടത്തി. യോഹന്നാൻ സ്ലീഹയുടെ കാര്യം ഒരു വലിയ അത്ഭുതമാണ്. മറ്റ് സ്ലീഹന്മാരെല്ലാം രക്തസാക്ഷികളായി മരിച്ചു. ചിലരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു, ചിലരെ കുതിരവണ്ടിയിൽ പിറകിൽ കെട്ടിയിട്ടിട്ട് കുതിരവണ്ടി ഓടിക്കുമ്പോൾ ആ റോഡിൽ കൂടി ശരീരം ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അങ്ങനെ ഒരഞ്ഞ് മരിച്ചു. ചിലരെ തൂണിൻ്റെ മീതെ കയറ്റി നിർത്തി, ആ തൂണിൻ്റെ മീതെ നിർത്തിയിട്ട് ആ തൂണിലേക്ക് തീ ഇട്ടിട്ട് തൂണും ആ ശരീരവും ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു. ചിലരെ വസ്ത്രം ശരീരത്തിൽ ആസകലം വസ്ത്രം ചുറ്റിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് പന്തമായി കത്തിച്ചു. എന്തെല്ലാമാണ് എന്ന് ചെയ്ത പീഡകൾ. പക്ഷേ യോഹന്നാൻ സ്ലീഹയ്ക്ക് പീഡകൾ പലതും ഉണ്ടായെങ്കിലും അദ്ദേഹം മരിച്ചില്ല. അന്നത്തെ ചക്രവർത്തി, റോമൻ ചക്രവർത്തി അദ്ദേഹം ചെയ്തത്, ഡൊമീഷ്യൻ ചക്രവർത്തി ചെയ്തത് യോഹന്നാൻ സ്ലീഹയെ തിളച്ച എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്തത്. തിളച്ച എണ്ണയിലേക്ക് എണ്ണ തിളച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ സ്ലീഹയ്ക്ക് അത് പൊള്ളലേൽക്കുന്നില്ല. ഇതെന്തൊരു അത്ഭുതം! ചക്രവർത്തിക്ക് അത്ഭുതമായി, ചക്രവർത്തിയുടെ സേവകന്മാർക്കും അത്ഭുതമായി. എന്താണ് ഈ ഒരു എണ്ണയിലേക്ക്, തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു കേടും വരാത്തത്? മരിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചക്രവർത്തി പറഞ്ഞു, അവനെ പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞു. ഇങ്ങനെ കൊല്ലാൻ നോക്കണ്ട, അവൻ തനിയെ നരകിച്ചിയാകട്ടെ. പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. പത്മോസ് ദ്വീപിലേക്ക് ഒറ്റയ്ക്ക് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. ഏകാഗിയായിട്ടിരിക്കുകയാണ്, ആരുമില്ല കൂടെ. പിന്നെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാം, അവിടെ ചുറ്റിപ്പറക്കുന്ന കഴുകന്മാരുണ്ട് മുകളിൽ. ഈ മനുഷ്യൻ എന്നാണ് ഒന്ന് ബലം ക്ഷയിച്ച് അനങ്ങാൻ വയ്യാതാകുന്നത്? അപ്പോൾ കൊത്തി തിന്നാൻ, മരിക്കണമെന്നില്ല, ബലം ക്ഷയിച്ചാൽ മതി, കൊത്തി തിന്നാൻ കഴുകന്മാർ ചുറ്റി പറക്കുന്നു. നോക്കിയപ്പോൾ ഉണ്ട് കുറേയേറെ അസ്ഥികൂടങ്ങൾ കിടപ്പുണ്ട്. അസ്ഥികൂടങ്ങൾ പച്ചമാസമെല്ലാം കഴുകും തിന്നു കഴിഞ്ഞു. പക്ഷേ ഇതുപോലെ നാടുകടത്തപ്പെട്ടവരുടെ അസ്ഥികൂടങ്ങൾ അവിടെ അങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. യോഹന്നാൻ സ്ലീഹ നോക്കി, ഇതുപോലെ ഒരു ദിവസം എൻ്റെയും അസ്ഥികൂടം ഇതുപോലെ ഇവിടെ ഇങ്ങനെ ചെറിയ ഉണങ്ങിക്കിടക്കും, മാംസമെല്ലാം കഴുകുമാരി തിന്നു കഴിയും. യോഹന്നാൻ സ്ലീഹ ഏകനായിരിക്കുകയാണ്. വിഷാദമില്ല. ഞാൻ ഏകനായി പോയല്ലോ എന്നുള്ള ചിന്തയുണ്ട്. ഏകനാണല്ലോ. എൻ്റെ കൂട്ടു സഹോദരന്മാരെ മരിച്ചതുപോലെ എങ്ങ് പെട്ടെന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ ഈ യാതന വേണ്ടായിരുന്നല്ലോ. അപ്പോസ്തലന്മാരായ പത്രോസും യാക്കോബും അന്ത്രയോസും മറ്റും മരിച്ചതുപോലെ എന്നെയും കൊന്നിരുന്നെങ്കിൽ ഈ യാതന വേണ്ടായിരുന്നല്ലോ. പക്ഷേ മരിക്കാൻ പറ്റിയില്ല. യോഹന്നാൻ സ്ലീഹ ഇങ്ങനെ അല്പനേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. പെട്ടെന്ന് ഒരത്ഭുതം, ആത്മാവിവശനായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി ഹാസ് ഫിൽഡ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞു. അതൊരു വലിയ അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് നിറയണമെന്ന് ഞാൻ ആശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാവിൻ്റെ വചനം കിട്ടുകയുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കിട്ടുകയുള്ളൂ. സ്തോത്രം. അങ്ങനെ ആത്മാവിൽ അങ്ങ് നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞപ്പോൾ പ്രയാസമൊന്നും തോന്നുന്നില്ല. ആത്മാവിൽ നിറഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു ഇരമ്പൽ കേൾക്കാം. നോക്കിയപ്പോൾ അങ്ങ് കടലിലെ തിരമാലകളൊന്ന് ആഞ്ഞടിച്ച് പാറക്കെട്ടുകളിലേക്ക് ആഞ്ഞടിക്കുന്ന ശബ്ദമാണ്. തിരമാലകളൊന്ന് പാറക്കെട്ടുകളിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കി, പെരുവെള്ളം ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരമാലകൾ തീർത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഓർത്തു, ഇതുപോലെ ഒരു കടലിൽ തിരമാല ഉണ്ടായിരുന്നപ്പോഴാണല്ലോ അന്ന് പടകിൽ കർത്താവ് ഉണ്ടായിരുന്നല്ലോ. ഇന്ന് കർത്താവില്ലല്ലോ. കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം ശാന്തമാക്കിയേനെ. ഇന്ന് കർത്താവ് കൂടെ ഇല്ലല്ലോ. പെട്ടെന്ന് ഓർത്തു. ചിന്തിക്കുകയാണ്, അന്ന് ഗലീലാക്കടലിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അന്ന് വലിയ ഓളങ്ങളും തിരമാലകളും ഉണ്ടായി. പക്ഷേ കർത്താവ് തിരമാലകളെ അടക്കി ശാന്തത വരുത്തി, കൊടുങ്കാറ്റ് ശാന്തമായി. ഇന്ന് എൻ്റെ യേശുവേ, അന്നത്തെ ആ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. എന്തൊരു ഗൗരവമേറിയ അത്ഭുതമേറിയ കാര്യങ്ങളായിരുന്നു നടന്നത്. നാഥ, നീ കാറ്റിനെയും കടലിനെയും ശാസിച്ച് അമർച്ച വരുത്തിയല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ കൊടുങ്കാറ്റുണ്ട്. എൻ്റെ ഹൃദയത്തിൽ കൊടുങ്കാറ്റ്. അന്ന് കടലിലാണ് കൊടുങ്കാറ്റ്, ഇന്ന് എൻ്റെ ഹൃദയത്തിൽ കൊടുങ്കാറ്റ്. ഹൃദയത്തിൽ ഉഗ്രമായി കൊടുങ്കാറ്റ് ഊതുകയാണ്. മനസ്സങ്ങനെ അഴലുകയാണ്. പല പല ചിന്തകൾ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, എന്താണ് വേണ്ടത്? കർത്താവേ, അന്ന് നീ പടകിലേക്ക് വെള്ളത്തിൽ കൂടി നടന്നു വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. കർത്താവേ, അന്ന് ഗലീലക്കടലിലെ ആ ഓളങ്ങളിൽ കൂടി കൊച്ചു വെള്ളം പടക് നീ കൊണ്ടിരുന്നപ്പോൾ തിരമാല ആഞ്ഞടിച്ച് പടക് മുങ്ങാൻ തുടങ്ങി.
അപ്പോൾ നീ വരുന്നത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. നാഥ, എൻ്റെ ഇളകി മറിയുന്ന കടൽ പോലെയുള്ള എൻ്റെ ഈ ജീവിതത്തിലേക്ക് ഇപ്പോൾ നീ ഒന്ന് എഴുന്നള്ളി വരണമേ. കർത്താവേ, നീ ആ കടൽ കൂടി നടന്നു വന്നതുപോലെ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. എനിക്കൊരു ആശ്വാസം തരണമേ. യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങ് ദൂരെ കടലിൽ, ഓളങ്ങളും തിരമാലകളും എല്ലാം ഉള്ള കടലിൻ്റെ തീരത്തേക്ക് വെള്ളം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാറക്കെട്ടുകളിൽ വെള്ളം തട്ടി തകർന്ന് വെള്ളം ഇങ്ങനെ ശക്തമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാസ്ലേക്ക് മനസ്സിൽ തോന്നി, ഇപ്പോൾ എൻ്റെ കർത്താവേ, നീ ഒന്ന് വരാമോ എൻ്റെ അടുക്കലേക്ക്? ഈ എൻ്റെ ഏകാന്തതയിൽ നീ ഒന്ന് വരാമോ? എനിക്ക് ആരുമില്ലല്ലോ യേശുവേ, ഞാൻ ഏകാഗിയായി വരികയാണല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, എൻ്റെ അടുക്കലേക്ക് നീ വരാമോ ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുകയാണ്, ഏകാന്തതയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴെന്തുണ്ടായി? ഞാൻ ആത്മവിശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിൽദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിന് തോരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. പെട്ടെന്ന് പിറകിൽ ഒരു ശബ്ദം കേട്ടു, ഒരു മഹാനാദം. ഞാൻ പറയുന്നത് നീ എഴുതി വയ്ക്കുക. ഇതാണ് ഒരു ശബ്ദമേ കേട്ടുള്ളൂ, ആരെയും കാണുന്നില്ല. ഒരു ശബ്ദം കേട്ടു. സ്തോത്രം. ആദ്യം ശബ്ദമാണ് കേൾക്കുന്നത്, വചനമാണ് കേൾക്കുന്നത്, ക്രിസ്തുവിൻ്റെ വചനമാണ് കേൾക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ കോളിളക്കമുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ കൊടുങ്കാറ്റുകളുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ വലിയ കൊടുങ്കാറ്റ് തോന്നുന്ന പോലത്തെ വലയുന്ന വിഷയങ്ങളുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യം ദൈവശബ്ദം കേൾക്കുക. ആദ്യം ദൈവശബ്ദം കേട്ടു. എൻ്റെ പിറകിൽ ശബ്ദം ഞാൻ കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ ശബ്ദം ഇന്ന് കേൾക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നത് ദൈവശബ്ദമാണ്, ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. 2000-ലേറെ വർഷം മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിലെ ഏകാഗിയായിരുന്നപ്പോൾ അവൻ കേട്ടതായ അതേ സ്വരമാണ് ഇന്ന് നിങ്ങളുടെ കാതുകളിൽ വന്ന് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വരമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ശബ്ദം കേട്ടു, മഹാനാദം. ദൈവത്തിന് സ്തോത്രം. മുഴങ്ങുന്നൊരു ശബ്ദം കേട്ടു. ഞാൻ പറയുന്നത് നീ എഴുതി വയ്ക്കുക എന്നാണ്. എഴുതി വയ്ക്കുക. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്. വലിയൊരു ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്, വലിയൊരു വേല ഏൽപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് എഴുതി വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും കർത്താവ് ഒരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. നിങ്ങളും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഒന്നും എനിക്കൊരു ശുശ്രൂഷയില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും. ഞാൻ സാക്ഷ്യം പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നില്ല, ഞാൻ പാട്ട് പാടുന്നില്ല, എനിക്ക് തന്നെ ശുശ്രൂഷ അല്ല. നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്, യേശുക്രിസ്തുവിൻ്റെ വേലക്കാരാണ്. ആ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്ര പെട്ടെന്നാണ് ആ വ്യത്യാസം വരുന്നറിയാമോ? ഞാൻ അന്ന് നിരാശനായി, എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് വലഞ്ഞ് വിഷമിച്ചിരുന്നപ്പോൾ, അന്ന് ഞാൻ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഇതിന് ചികിത്സയൊന്നും ചെയ്യുന്നില്ല, എൻ്റെ രോഗത്തിന് ഞാൻ ചികിത്സയൊന്നും ചെയ്യുന്നില്ല. കർത്താവിന് വേണമെങ്കിൽ എന്നെ സൗഖ്യമാക്കട്ടെ. കർത്താവിന് വേണ്ടെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാണ്? ഞാൻ തനിയെ പറഞ്ഞ വാക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകും അതൊക്കെ. കർത്താവിന് വേണ്ടെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാണ്? കർത്താവിന് വേണമെങ്കിൽ എന്നെ സൗഖ്യമാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. നിരാശയിൽ ആണ്ട് മനസ്സ് ഉഷ്ണിച്ച്, ഹൃദയം നൊമ്പരപ്പെട്ട്, വിഷമിച്ച്, ഭാരപ്പെട്ട് ഇരിക്കുന്നതായ ആ സമയങ്ങളിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവത്തിന് വചനം കേട്ടപ്പോഴാണ് പറഞ്ഞത്, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എന്നെക്കുറിച്ച് നീ എന്തെല്ലാം ആഗ്രഹിക്കുന്നോ അതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നീ എന്നെക്കുറിച്ച് എന്തെല്ലാം ആഗ്രഹിക്കുന്നോ അതെല്ലാം ഞാൻ ചെയ്യാൻ എന്നെ തന്നെ തന്നിരിക്കുന്നു. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. സമ്പൂർണ്ണമായ സമർപ്പണം എടുത്തു. വചനം കേട്ട അന്ന് തന്നെ, വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹൃദയത്തിൽ തീരുമാനം വന്നു. ഞാൻ ആരും കേൾക്കാതെ തന്നെ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ആരും കേട്ട് കാണുകയില്ല ഒരു പക്ഷേ ഞാൻ ഉറക്കെ കരഞ്ഞത് പക്ഷേ കേട്ട് കാണും. ഞാൻ കരച്ചിൽ മറ്റുള്ള കാണാതിരിക്കാൻ തലയും മുഖവും താഴ്ത്തി പിടിച്ചു. ഞാൻ വീതിമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ജീവിതം യേശുവിന് കൈമാറി. അപ്പം ഇല്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ നിത്യനായ ദൈവം അപ്പനായി ഇറങ്ങി വന്നു. നാഥനില്ലാത്ത ജീവിതത്തിലേക്ക് രാജാതിരാജൻ നാഥനായി എഴുന്നള്ളി വന്നു. ആരോരുമില്ലാത്ത ജീവിതത്തിലേക്ക്, അനാഥമായ ജീവിതത്തിലേക്ക്, വാസ്തവത്തിൽ മനസ്സ് നൊന്ത് വിങ്ങിയിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു എഴുന്നള്ളി വന്നു. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ജീവിതം യേശുവിന് കൈമാറി.
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒന്നും അത്ര ചിന്തിച്ചുകൊണ്ടൊന്നുമല്ല. പക്ഷേ അന്ന് ഞാൻ കർത്താവിൻ്റെ വേലക്കാരനായി മാറി. പ്രസംഗിക്കാനൊന്നും പോയില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു എനിക്ക് അടങ്ങിയിരിക്കാൻ സാധ്യമല്ലെന്നറിയാമായിരുന്നു. അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. ഞാൻ ഉറച്ചു ജീവിതം കർത്താവിന് കൊടുത്തു. എന്നെ എവിടെയെല്ലാം കർത്താവ് പറഞ്ഞു വിടുന്നോ അവിടെയെല്ലാം ഞാൻ പോകും, എവിടെയെല്ലാം നിർത്തുന്നോ അവിടെയെല്ലാം നിൽക്കും. അതുകൊണ്ടാണ് പലരും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ സ്വന്തക്കാർ പോലും പരിഹസിച്ചെങ്കിലും ഞാൻ ഇന്നും കർത്താവിന് വേല ചെയ്യുന്നത്. പലരും ആക്ഷേപിക്കുന്നുണ്ട്. പണ്ടൊക്കെ ആക്ഷേപം കൂടുതലായിരുന്നു, ഇപ്പോൾ പിന്നെ അത്രയ്ക്കൊന്നും ഇല്ല. ആദ്യകാലത്ത് കോളേജിൽ ഞാൻ ചെന്ന കാലത്ത് ഞാൻ കോളേജിൽ ഹീറോ ആയിരുന്നു. 1964 കോളേജ് തുടങ്ങിയ ദിവസം ഞാൻ കോളേജിൽ ചെന്നതാണ്. അന്ന് അത് 73 വരെയുള്ള 9 വർഷം കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഒരു ഹീറോ ആയിരുന്നു എല്ലാവരുടെയും. ഇത് എൻ്റെ ക്ലാസ് കേൾക്കാൻ, എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കാൻ ഹിന്ദിയിലെ സ്റ്റുഡൻസ് വന്നിരിക്കുമായിരുന്നു. എൻ്റെ ക്ലാസ് കേൾക്കാൻ പ്രിൻസിപ്പൽ അച്ഛൻ വന്ന് വാരാന്തിയിൽ വന്ന് നിൽക്കുമായിരുന്നു. അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജോനസാൻ്റെ ക്ലാസ് കേൾക്കുന്ന എനിക്ക് വലിയ കൗതുകമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നെ തന്നെ പൊഴുത്തി പറയുന്നതല്ല, കാര്യം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഇതെല്ലാം ആയിരുന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ജീവനുള്ള ക്രിസ്തു എൻ്റെ അകത്തുണ്ടായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തതാണ്. അന്ന് ആ കാലങ്ങളിൽ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. 73 ശേഷമാണ് ഈ കൂട്ടായ്മയിൽ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ മുതലാണ് ആക്ഷേപങ്ങൾ തുടങ്ങിയത്. അധ്യാപകർ ആക്ഷേപിച്ചു, വിദ്യാർത്ഥികൾ ആക്ഷേപിച്ചു, പലരും പരിഹസിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എനിക്കൊരു കൂസലുണ്ടായില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? എൻ്റെ അകത്ത് യേശുക്രിസ്തു സന്തോഷത്തോടെ വസിക്കുന്നു. യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ട്. അതാണ് സന്തോഷം. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്. ആര് കളിയാക്കിയാൽ എന്താണ്, ആര് കുറ്റപ്പെടുത്തിയാൽ എന്താണ്, ഒന്നും എന്നെ ബാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ ഒരു ശബ്ദം കേട്ടു. നിങ്ങളോട് സംസാരിക്കുന്ന ക്രിസ്ത്യൻ ശബ്ദം കേൾക്കുക. നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. ഓരോരുത്തരോടും നിങ്ങൾ അലസരായിരിക്കേണ്ട സമയമല്ല, നിങ്ങൾ ജാഗ്രതയോടെ ഇരുന്ന് കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. ശബ്ദം കേട്ടു, പെരുവെള്ളത്തിൻ്റെ ചേരച്ചിൽ പോലുള്ള ശബ്ദം കേട്ടു തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ശബ്ദം കേട്ടു, തിരിയും ദിവസമായി തീരട്ടെ, വലിയൊരു തിരിവ് വരട്ടെ. ഞാൻ മദ്യം തൊടുകയില്ല, നിങ്ങൾ തീരുമാനിക്കുക. മദ്യം തൊടുകയില്ല, ഞാൻ കോപിക്കുകയില്ല, ഞാൻ വാശി പിടിക്കുകയില്ല, ഞാൻ വൈരാഗ്യപ്പെടുകയില്ല. ആരോടെല്ലാം ഞാൻ പിണങ്ങിയിരിക്കുന്നു അവരോടെല്ലാം ഞാൻ ഇണങ്ങും. ആരോടെല്ലാം വൈരാഗ്യത്തിലിരിക്കുന്നു അവരെക്കുറിച്ച് എനിക്ക് ഒരു പ്രയാസമില്ലാതെ അവരുമായി ഇണങ്ങിച്ചേർന്ന് ഞാൻ ജീവിക്കും. കർത്താവേ, കുടുംബത്തിൽ ഞാനൊരു സമാധാനപുത്രനായിരിക്കും, കുടുംബത്തിൽ ഞാനൊരു സമാധാനപുത്രിയായിരിക്കും. കർത്താവേ, ഞാൻ എൻ്റെ യേശുവേ, ദൈവത്തിൻ്റെ മനുഷ്യർക്കും നല്ലവനായി ഞാൻ ജീവിക്കും. യേശുവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. ആ തൃക്കരൻ്റെ തലമേൽ വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. ആ തിരക്തമ്മയുടെ കരുണ തലമേൽ വയ്ക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന്. ആ തിരക്തനെ ശുദ്ധീകരിക്കും, അതിനുവേണ്ടിയാണല്ലോ നീ ക്രൂശിൽ മരിച്ചത്. ആ തിരക്തനെ കഴുകും, അതിനുവേണ്ടിയാണല്ലോ നീ ക്രൂശിൽ മരിച്ചത്. യേശുവേ, ഞാൻ ആത്മാവിൽ മരിച്ചുപോയി, എനിക്ക് ജീവൻ തരണമേ, ആത്മാവിൽ ജീവൻ തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് അപേക്ഷിക്കൂ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കൂ. കർത്താവേ, അനുഗ്രഹിക്കണമേ, എൻ്റെ തൃക്കരം വയ്ക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആരെല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരെല്ലാം ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. യേശു നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. യേശു നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവനോട് പറയൂ, അവനോട് നിങ്ങൾ ഏറ്റു പറയൂ, കർത്താവേ, ഇന്നു മുതൽ നാഥ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ. യേശുവിനോട് നിങ്ങൾ പറയൂ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ വാക്ക് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എങ്കിലിപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്ന സമയമാണ്. സ്വർഗം തുറന്നിരിക്കുന്ന സമയമാണ്. യാചിക്കേണ്ടും സമയം ഇതാ, മോചിക്കും അഴുകിയതാൻ ഇത് നമസ്കാരത്തിന് സമയം, ഇത് തന്നെ കരുണാസമയം. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക. ഈ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതെ ഇപ്പോൾ തന്നെ ജീവിതം കർത്താവിന് കൈമാറുക. യേശുവിൻ്റെ കരങ്ങളിലേക്ക്, ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം വരവേൽച്ചു കൊടുക്കുക. യേശുവിനോട് പറയുക, യേശുവേ, ഇന്നു മുതൽ നാഥ ഞാനൊരു പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, യേശുവിനോട് പറയൂ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ പറയൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പറയൂ, യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. അങ്ങനെ ഉള്ളത്തിൽ നിന്ന് പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞവർ മാത്രം, ഹൃദയത്തിൽ തീരുമാനമുള്ളവർ മാത്രം കരം ഉയർത്തിയാൽ മതി. അവരുടെ മേൽ കർത്താവ് കരം വയ്ക്കും.
അവരുടെ മേൽ കർത്താവിൻ്റെ കരം പിടിക്കും. അവരെ കർത്താവ് അനുഗ്രഹിക്കും. അവരുടെ ശാപങ്ങൾ മാറും, അവരുടെ രോഗങ്ങൾ മാറും, അവരുടെ മരിച്ചുപോയി ആത്മാവ് ജീവൻ പ്രാപിക്കും. അവർ അനുഗ്രഹീതരായിത്തീരും, പുതിയ സൃഷ്ടിയായിത്തീരും, അവരുടെ ഭാവി ശോഭനമാകും. അങ്ങനെ തീരുമാനമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളുടെ തീരുമാനങ്ങൾ അവിടുന്ന് എഴുതി വെച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ പുസ്തകച്ചുരുളിൽ ഞങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവിടെ നിന്നെല്ലാം കാണുന്നില്ല കർത്താവേ, അവിടെ നിങ്ങളുടെ ഭാവി കാണുന്നില്ല കർത്താവേ. യേശു ഉള്ളവരായി ജീവിപ്പാൻ ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരും യേശുവിൻ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിപ്പാൻ ക്രമ നൽകണമേ കർത്താവേ. എന്ന് തീരുമാനമെടുത്തവരുടെ പാപങ്ങളെല്ലാം കഴുകി കൊടുക്കണമേ കർത്താവേ. എല്ലാ പാപവും കർത്താവെ, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നിരൂപണത്തിലും മനോരാജ്യത്തിലും വന്നുപോയ സകല പാപങ്ങളും കർത്താവെ ക്ഷമിച്ചു കൊടുക്കണമേ കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വീണ്ടെടുക്കണമേ നാഥ. ഒരു പുതിയ ജന്മം എടുക്കുന്ന അനുഭവം എല്ലാവർക്കും ലഭിക്കട്ടെ കർത്താവെ. അവിടെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.